സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാറാണ്. ചിന്നാർ. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല വയനാടാണ്. വയനാട്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ലയാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ എന്നതാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം? സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. പ്രകീർണനം. സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? സൗര തരംഗ തരംഗദൈർഘ്യം കൂടിയത് ചുവപ്പാണ്. ചുവപ്പ്. സോഡാ വെള്ളത്തിലെ ലീനം ഏതാണ്? സോഡാ വെള്ളത്തിലെ ലീനം കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്. പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ? പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജാണ്. നർത്തകി നടരാജ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലെ മൃഗം സിംഹമാണ്. സിംഹം. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നത്? മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതിയാണ്. കാർബൺ നികുതി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം? പാലിയം സത്യാഗ്രഹം 1947 പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര്? ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നാണ്. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ് എന്ന് ചോദിക്കും. ഏതാണ്? ചാന്നാർ ലഹളയാണ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം? മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നതാണ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നത് ഏത് മത്സരത്തിന്റെ ആപ്തവാക്യമാണ്? മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യമാണ് ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നത്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? വെർട്ടിസോൾ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രനാണ്. ശുക്രൻ. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22 ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത്. തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ്? തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയില് ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടേതാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോമാണ്. ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്ന് അറിയപ്പെടുന്നത്. ലൈസോസോം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്. ഒരു കണ്ണിന് മാത്രമായിട്ട് കാഴ്ച കുറയുന്ന രോഗമാണ് ആംബ്ലിയോപ്പിയ. രോഗത്തിന്റെ പേര് ആംബ്ലിയോപ്പിയ. തുരിശിന്റെ രാസനാമം. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ ഏതാണ്? കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. സൂപ്പർ ബഗ്. സൂപ്പർ ബഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയ കണ്ടുപിടിച്ചത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. പാക് കടലിടുക്ക്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ഏതാണ്? ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി മാസം 30-ാം തീയതിയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം മെയിനായിട്ട് നടന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂരില് ഉളയത്തുകടവിലാണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരില് ഉളിയത്തുകടവിലാണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 1930 ഏപ്രിൽ 21-ന് പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാവ് പൊളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? മാവ് പൊളിക്കുമ്പോൾ പുറത്തുവരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. രാജ് നാരായൺ ബോസ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. ഒഡീസി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്നത് നോവലാണ്. രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്തിന്റെ പ്രമേയമായിരുന്നു? എന്തായിരുന്നു പ്രമേയം? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായത്. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ GC മുർമു. GC മുർമു.
ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്കയാണ്. SiO2 സിലിക്ക. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ. പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണ്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 1857 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കേളപ്പനാണ്. കേളപ്പൻ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ല. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത്. സോഡിയം കാർബണേറ്റ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം ഏതാണ്? സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം 1893 1893. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്നത് ഹീലിയമാണ്. ഹീലിയം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല ഏതാണ്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ 1953 കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ 1953. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. ഏത് മണ്ണിന്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ? എക്കൽ മണ്ണിന്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ. പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. ബങ്കർ എന്നത് പഴയ എക്കൽ മണ്ണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയതാരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നിർത്തലാക്കിയത് അല്ലെങ്കിൽ പിൻവലിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു, പിൻവലിച്ചത് റിപ്പൺ പ്രഭു. അടുത്തത് പ്രചന്നബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? പ്രചന്നബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചതെന്നാണ്? മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1 1891 ജനുവരി 1. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഹീലിയം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. മത്സ്യഫെഡിന്റെ വാർത്താപത്രികയാണ് മത്സ്യം. തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1 ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം. ബുദ്ധമയൂരിയെ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതെന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്താ സിൻഹയാണ്. ശാന്താ സിൻഹ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം
ഹോമോസാപ്പിയൻസ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ് ആണ്. ഹോസ്ദുർഗ്. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത്? കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ മനത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയത് രാജസ്ഥാനിലാണ്. വർഷം ഏതാണ്? 1959. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ്. ഡോട്ട്സ് ക്ഷയം. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്? പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക്കിനെയും പസഫിക്കിനെയും തമ്മിലാണ്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏതാണ്? ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറാനസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നദീതട വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. ഏറ്റവും വലിയത് ഏത് എന്ന് ചോദിച്ചാലും ബക്രാനങ്കലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ് സെറോട്ടിക് ആസിഡ് ആണ്. സെറോട്ടിക് ആസിഡ്. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? വുൾഫ്രം ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഫിറമോൺ ആണ്. ഫിറമോൺ. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവയാണ്. ഉലുവ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ റഷ്യയുടെ സഹകരണത്തോടെയാണ്. റഷ്യ. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. തലാമസ്. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ഏതാണ്? ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത്? ഗാന്ധിജി ജനിച്ച വീട് കീർത്തി മന്ദിർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്. കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് രൂപം കൊണ്ടതെന്നാണ്? 14ാമത്തെ ജില്ല കാസർഗോഡ് രൂപം കൊണ്ടത് 1984 മെയ് 24-നാണ്. 1984 മെയ് 24. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്? ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്നത് ഫ്ലോറ എന്നാണ്. ഫ്ലോറ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഖരാവസ്ഥയിലുള്ള ഹാലജൻ ആണ് അയഡിൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ആദ്യം തിരുവനന്തപുരമായിരുന്നു. അത് തൃശ്ശൂരിലേക്ക് മാറ്റിയത് 1957-ലാണ്. 1957. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി ആരായിരുന്നു? പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി തലക്കൽ ചന്തു. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം ഏതാണ്? ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ദിബ്രു സൈഗോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം?
ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, സെല്ലുലോസ് രാസപരമായിട്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു? സെല്ലുലോസ് പോളിസാക്രൈഡ് ആണ്. പോളിസാക്രൈഡ്. സെല്ലുലോസ് രാസപരമായിട്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു? പോളിസാക്രൈഡ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്